ഇന്നലെയാണ് ലാലേട്ടൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴി ഒരു വീഡിയോ പങ്കുവച്ചത്. അതായത് ലാലേട്ടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോയുടെ ഒരു ട്രെയിലർ, ഏകദേശം 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിലറാണ് ലാലേട്ടൻ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ലാലേട്ടനെതിരെ. അതായത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കേരളം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ പിണറായി വിജയൻ. അപ്പോൾ ജനങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണം, അതായത് അടുത്ത ഇലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരവസരത്തിന് വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ ഈ കാട്ടുകള്ളനെ ഈ ഭരണത്തിന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്കാണ് ലാലേട്ടൻ പിണറായി വിജയനെ വെളുപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോ പങ്കുവച്ചത്. അതായത് എൻ്റെ കേരളം അങ്ങയുടെ കേരളം എന്നാണ് ആ പരിപാടിയുടെ പേര്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കാട്ടുകള്ളൻ പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് കിട്ടിയത് ഏകദേശം 10 കോടിയോളം രൂപ ആണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് അൺഒഫീഷ്യലായിട്ട് പുറത്തു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു സിനിമയിൽ വാങ്ങുന്നത് 10 മുതൽ 15 കോടി രൂപ വരെയാണ് ഒരു സിനിമയിൽ വാങ്ങുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ഏകദേശം ഈ ഇൻ്റർവ്യൂയുടെ ഫുൾ ലെങ്ത് ഏകദേശം 45 മിനിറ്റ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ 45 മിനിറ്റോളം പിണറായി വിജയൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ വാങ്ങിയ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കാശാണ്. അപ്പോൾ ഈ കാശ് എവിടെ നിന്ന് വന്നു? അത് എന്തായാലും CPM സംബന്ധിച്ചിടത്തോളം, ഏതാ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി എന്തായാലും കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത്. അപ്പോൾ കേരളം കട്ടുമുടിച്ചിരിക്കുകയാണ്. പാർട്ടിക്കാർക്കും പാർട്ടിയുടെ സഖാക്കന്മാരുടെ ഭാര്യമാർക്കും നേതാക്കന്മാർക്കും മാത്രമല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഉപകാരം ഈ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. ആകെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ പോളിസി ഉള്ളത് കൊണ്ട് മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ലാലേട്ടന് കൊടുത്ത 10 കോടി എന്ന് പറയുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരാരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തോ പാർട്ടിയുടെ ഇന്ന് എടുത്തോ കൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇത് സ്വാഭാവികമാണ്. ഒരു പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആ ഭരിക്കുന്ന പാർട്ടിക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. എല്ലാ പാർട്ടികളും ചെയ്യുന്നത് ഒരു 50% സർക്കാർ ഖജനാവിൽ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടുകള്ളന്മാർ, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, അതായത് ശബരിമലയിലടക്കം എത്ര കൊള്ള നടത്തി. അതായത് അവിടുത്തെ അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഇപ്പോൾ ഒറിജിനലാണോ എന്ന് ഇപ്പം അയ്യപ്പന് മാത്രമേ അറിയൂ. അപ്പോൾ അത്രത്തോളം കൊള്ള നടത്തിയ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ അത്തരത്തിലുള്ള സർക്കാർ ഇനി ഒരിക്കലും കേരളത്തിൽ ഭരണത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണുള്ളത്. അതായത് നമുക്കറിയാം ഈ പിണറായി വിജയൻ ഈ സർക്കാർ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ BJP കേരളത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ സ്വാധീനം, അതായത് BJP എവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു അവിടേക്ക് ഒരിക്കലും തളർന്നിട്ടില്ല. അതെല്ലാം പടർന്ന് പന്തലിക്കുകയും ചെയ്തിട്ടുള്ളൂ. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ സംസ്ഥാനത്തും, ചില കർണാടക വഴി ബാക്കി എല്ലാ സംസ്ഥാനത്തും BJP അതായത് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ താഴെ ഇറങ്ങുന്ന പരിപാടിയില്ല. അപ്പോൾ അത്തരത്തിൽ ഇനി CPM ഭരണം കിട്ടിയില്ലെങ്കിൽ ആ സ്പേസിലേക്ക് BJP വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തിനാണ് ലാലേട്ടനെ പോലെയുള്ള ഒരാൾ, ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തെ കൊള്ളയടിച്ച ഒരാൾ വെള്ളപൂശാൻ നടക്കുന്നത്? ആ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അമർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലാലേട്ടനെ സംബന്ധിച്ച്, അതായത് പിണറായി വിജയനെക്കാട്ടും തെറി കിട്ടുന്ന ലാലേട്ടനാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ മോഹൻലാലിനെ കുറിച്ച് പൊതുവെ വലിയ രീതിയിൽ ആക്ഷേപമുണ്ട്. അതായത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആശാൻ കമ്മിഞ്ഞ് വീഴും. അതായത് എത്ര കോടികൾ സിനിമയിൽ സമ്പാദിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു കാശ് കിട്ടിക്കഴിഞ്ഞാൽ കമിഴ്ന്ന് വീഴുന്നില്ല ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു ഇത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ കമ്മികളൊക്കെ വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 ഇലക്ഷൻ്റെ സമയത്ത് നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതായത് സാക്ഷാൽ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ മോദിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ചെറുപ്പകാലം, എങ്ങനെയായിരുന്നു കുട്ടിക്കാലം, എങ്ങനെയായിരുന്നു. അപ്പോൾ ലൈഫ് ലോങ് എക്സ്പീരിയൻസ്, പുള്ളിയുടെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. അത് എല്ലാ ചാനലും, ദേശീയ മാധ്യമങ്ങളുടെ എല്ലാ ചാനലും അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സമാനമായ സാഹചര്യം നരേന്ദ്രമോദി നടത്തിയില്ല. പിന്നെ പിണറായി വിജയനെ നടത്തുന്നതിന് എന്താണ് പ്രശ്നമെന്നാണ് കമ്മികൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സുഡാപ്പികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതേ കണ്ടില്ലേ, നരേന്ദ്രമോദിയും അങ്ങനെ ചെയ്തു. അക്ഷയ് കുമാർ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു ഇലക്ഷൻ സമയത്ത്. ഇവിടെ മുണ്ടുടുത്ത മോദി മോഹൻലാലിനെ വെച്ചിട്ട് ഇത്തരത്തില മോദിയെ കോപ്പിയടിച്ച് മുണ്ടുടുത്ത മോദി കേരളത്തിൽ ഇത് ചെയ്യുന്നു എന്നാണ് സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും വെറുപ്പ് സമ്പാദിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം രാഷ്ട്രീയം ഈ ഭരണം പോയിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കും എങ്ങനെയാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന ഏകദേശം 41 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് നടക്കുന്നത്. ഒരാൾ സെൽഫി എടുക്കാൻ പോലും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം ഭരണം ഇല്ലാതെ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന പാർട്ടി ഓഫീസിലിരിക്കുന്ന ആ പിണറായി വിജയനെ സങ്കല്പിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പറ്റുമോ തോന്നില്ല. പിന്നെയാണോ മറ്റുള്ള ആൾക്കാർക്ക്? അപ്പോൾ ഈ എൻ്റെ കേരളം അങ്ങയുടെ കേരളം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ മൊത്തം വെളുപ്പിയിട്ടാണ്. ആ ട്രെയിലർ കണ്ടാൽ അറിയാം ഈ കാട്ടുകള്ളന്മാരെ ഫുൾ വെളുപ്പിക്കുന്ന തരത്തിലാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു പിണറായി വിജയൻ അവിടെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മോഹൻലാൽ ചോദിക്കേണ്ടത്. അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്, അതായത്
മോഹൻലാലിൻ്റെ ഒരു സുഹൃത്ത് മോഹൻലാലിനോട് പറഞ്ഞു അത് പിണറായി വിജയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെ സിനിമയാണെന്ന്. അപ്പോൾ പിണറായി വിജയൻ മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് രജനീകാന്തിൻ്റെ സിനിമ ഇഷ്ടമാണ്, അത് രജനീകാന്തിൻ്റെ ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതായത് പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു സീൻ സിനിമയുടെ സിനിമ ലാലേട്ടൻ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു സിനിമയിലെ സീൻ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഇതെന്ന് വെച്ചാൽ അത് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിലൊരു സീൻ അങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ പർപ്പസ്ഫുള്ളി ചെയ്യാറില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ച് പോകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൂ, പല ആൾക്കാരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പല സിനിമകളിലെ ഇതും മിക്ക ആൾക്കാരുടെ ജീവിതത്തിലും ഡെയിലി ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നീട് ചോദിക്കുന്നത് വെച്ചാൽ അതായത് താങ്കൾ ചെയ്ത ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കലും കുറ്റബോധം തോന്നേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ്. പിന്നെ പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്, അതായത് പിണറായി വിജയൻ മുമ്പ് അനുഭവിച്ച യാതനയുടെ കഥകൾ, അതായത് പോലീസൊക്കെ ജയിലിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്, പോലീസിൻ്റെ തൊലി ഉരിഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ്റെ തൊലി ഉരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അതായത് മോഹൻലാൽ അങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ അഭിനയിച്ച സിനിമയിൽ ഏതെങ്കിലും ഡയലോഗ് എന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരുപാടുണ്ട്, ഒന്നല്ല ഒരുപാട് ഡയലോഗുണ്ട്, പ്രത്യേകിച്ച് ദാസനും വിജയം സംബന്ധിച്ച് ഒരുപാട് ഡയലോഗുകളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ആ ട്രെയിലർ 45 സെക്കൻഡ് നീണ്ടുന്ന ട്രെയിലർ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും തെറി വരുന്നത് ഈ ലാലേട്ടൻ തന്നെയാണ്. പിണറായി വിജയൻ കാട്ടിയും തെറികളിൽ ലാലേട്ടൻ തന്നെ. അതായത് ഇത്രത്തോളം അധപ്പതിച്ചു എന്ന രീതിയിൽ, അതായത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നില്ല അവസ്ഥയിലാണ് ലാലേട്ടൻ. ഇന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ചില കമൻറ്റുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാശുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ മോഹൻലാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ കമന്ന് വീഴുന്ന തരത്തിലാണ് കമൻറ്റ് ചെയ്തത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലാലേട്ടന് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ സമയത്ത് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരുന്നു. ആ സമയത്ത് ലാലേട്ടൻ ഇവിടെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയമായിരുന്നു, ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയമായിരുന്നു. കൊച്ചിയിൽ തന്നെ ലാലേട്ടൻ ഉണ്ടായിരുന്നു, എന്നിട്ട് ലാലേട്ടൻ പോയില്ല. പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ ഒരു 2-3 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നവിടെ എത്തുമായിരുന്നു എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. ശരി തന്നെയായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്തുകൊണ്ട് ലാലേട്ടൻ പോയില്ല എന്ന തരത്തിലുള്ള വലിയ രീതിയിൽ പ്രചാരണം നടക്കുമ്പോഴും തെളിവ് സഹിതം ലാലേട്ടൻ ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, അതായത് ആ സമയത്ത് കൊച്ചിയിലുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇന്നൊരു പരിപാടി ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ലാലേട്ടൻ ഫുള്ളി ഫ്രീ ആയിരുന്ന തരത്തിലെ തെളിവുകൾ സഹിതം ആൾക്കാർ ആ സമയത്ത് സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാർ തന്നെ പങ്കുവച്ചിരുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഈ ആൾക്കാർ മലയാളികൾ ഈ വീഡിയോ ഇടയിലിടുന്ന കമൻറ്റുകൾ എല്ലാം തന്നെ എന്താ പറയുക, അവർ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സഖാക്കന്മാരുടെ ഭാര്യമാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ഇവർക്ക് കുട്ടി സഖാക്കന്മാർക്ക്, ഇത്രയും ആൾക്കാർക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായി ഈ സർക്കാരിൻ്റെ ഇതുകൊണ്ട്. ഇപ്പോൾ ഈ ഓരോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എല്ലായിടത്തും പരസ്യം കൊടുത്തിരിക്കുകയാണ്. അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നട്ടാൽ കുരുക്കാത്ത നുണകളാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളായിട്ട് ഇങ്ങനെ പരസ്യങ്ങളായ ചാനലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സെലിബ്രിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം അറപ്പ് തോന്നുന്നു വെച്ചാൽ അത്രയും നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ഇവൾ പരസ്യമായിട്ട്, അതായത് പരസ്യം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങളായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങളല്ലാതെ എന്ത് നേട്ടമാണ് ഈ കേരളത്തിലുണ്ടായി? ഈ സർക്കാരിൻ്റെ ഒരു കെയർ ഓഫിൽ എന്ത് വികസനമാണ്? 4 ആൾക്ക് തൊഴിൽ കിട്ടിയ എന്തൊക്കെ ഒരു പദ്ധതി ഒന്ന് പറഞ്ഞേക്ക്. ഒന്നുമില്ല. അതായത് സമസ്ത മേഖലയിലും മിസ്മാനേജ്മെൻറ്റ്, എല്ലാവരും കടമെടുത്ത് കേരളം കടത്തിൻ്റെ അങ്ങേയറ്റമായി പലതവണ കാല് പിടിച്ചിട്ടാണ് ഇനി കടമെടുക്കാന്നില്ല ആ ഒരു ലിമിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു കൊടുത്തത്. അതായത് ലാസ്റ്റ്ലി സംസ്ഥാന സർക്കാർ കടം അടച്ചു തീർത്തില്ലെങ്കിൽ അതിന് ബാധ്യത വരുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇവരിത് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ, അതായത് ഈ ഭരണത്തിന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് ചിലപ്പോൾ അമേരിക്കയിലോ ദുബായിലോ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവുമായിരിക്കാം, അല്ല ഇവിടെ തന്നെ ശിഷ്ടകാലം ജീവിക്കുമായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാലും കഴിഞ്ഞ 10 വർഷം കേരളം കൊള്ളയടിച്ച് ഈ പിണറായി വിജയനും സർക്കാരിനൊക്കെ വെള്ളപൂശുന്ന തരത്തിൽ എൻ്റെ കേരളം അങ്ങയുടെ കേരളം എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ലാലേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ലാലേട്ടൻ്റെ ഫാൻസ് പോലും, ഡൈ ഹാർഡ് ഫാൻസ് പോലും, ഹാർഡ് കോർ ഫാൻസ് പോലും ലാലേട്ടനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് കാശ് കണ്ടാൽ കമിഴ്ന്ന് വീഴുന്ന തരത്തിൽ ലാലേട്ടൻ പതിച്ചു. അത് മുമ്പും അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിന് അടിവരയിടുന്ന രീതിയിലാണ് എന്താ പറയേണ്ടത് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി ഫാൻസിന് മുന്നിൽ വന്നത്. അപ്പോൾ എന്തിനാലും വളരെ മോശം പ്രവർത്തിയാണ് ലാലേട്ടൻ സൈഡിൽ നിന്നുണ്ടായത്. അപ്പോൾ എത്ര തന്നെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ പുട്ടിയിടാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ജനങ്ങൾക്കറിയാം കഴിഞ്ഞ 10 വർഷമാണ് എന്താ സംഭവിച്ചതെന്ന്. ജനങ്ങൾ നീതി നടപ്പാക്കും ഇലക്ഷനോടെ എന്നാണ് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.